വചനത്താൽ നമ്മളെ ശുദ്ധീകരിച്ച നാഥന് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ കുർബാനയായവൻ, തന്നെ നോക്കുന്നവരെ സന്ദർശിക്കുന്നവൻ, സക്കേയൂസിന്റെ ഭവനം സന്ദർശിച്ചതുപോലെ ആഗ്രഹത്തോടുകൂടി സ്നേഹത്തോടുകൂടി തിരുമുഖം കാണാൻ ആഗ്രഹിച്ചവനെ പൂർണ്ണമായിട്ടും രക്ഷിക്കാൻ ഞാനിതാ നിന്റെ ഭവനത്തിലേക്ക് വരുന്നു. കൂടെ താമസിക്കുവാൻ, സ്വന്തമാക്കുവാൻ കർത്താവിത ദാഹത്തോടുകൂടി പരിശുദ്ധ കുർബാനക്കരികൾ ഇരിക്കുവാൻ അവിടുത്തെ അതരത്തിൽ നിന്ന് പുറപ്പെട്ടതായ വചനം അവൻ തിരഞ്ഞെടുത്ത പ്രേക്ഷിതരിലൂടെ സഹോദരങ്ങളിലൂടെ വാങ്ങുവാൻ ഇതാ വന്നവർക്ക് ഇതാ വലിയൊരു അഭിഷേകമായ കൃപയായി കർത്താവ് നമ്മളെ സന്ദർശിക്കുന്ന പുണ്യപ്പെട്ട നിമിഷം. ദാവീദിന്റെ പുത്രാ എന്നും കർത്താവേ എന്നും അറിയാവുന്ന രീതിയിൽ വ്യക്തിപരമായി കർത്താവിനായി സ്നേഹിക്കാവുന്ന വിധത്തിൽ നമ്മൾ വിളിച്ചു. ഈശോയെ എന്നും കർത്താവേ എന്നും നമ്മൾ വിളിച്ചു. ഇതാ അവൻ തിരിഞ്ഞു നോക്കുന്ന പുണ്യപ്പെട്ട നിമിഷം. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ചോദിക്കുന്ന കർത്താവ് ഇതാ നമുക്കരികിലേക്ക് കടന്നു വരുന്ന പുണ്യപ്പെട്ട നിമിഷം. അന്ധന് വ്യക്തമായ ഉത്തരമുണ്ടായിരുന്നു, എനിക്ക് കാണണം, എനിക്ക് ആത്മാവിൽ നിറയണം. ദാമ്പത്യ ജീവിതത്തിൽ ദൈവോത്സവത്തിലെത്തിയിരിക്കുന്ന കുടുംബ ജീവിതങ്ങളിൽ ഇന്നു മുതൽ മരണം വരെ സുഖത്തിലും ദുഃഖത്തിലും ഒന്നായിക്കൊള്ളാം നിശ്ചിത വാഗ്ദാനം നിറവേറപ്പെടാതിരിക്കുന്ന അവസ്ഥയിൽ നിലവിളിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വരുമ്പോൾ കർത്താവിന്റെ ചോദ്യത്തിന് ഉത്തരമുണ്ട്. ദാഹത്തോടെ നിനക്ക് സന്താന സൗഭാഗ്യമുണ്ടാകട്ടെ എന്ന നിത്യപുരോഹിതനായ ഈശോ പുരോഗതിയിലൂടെ ആശീർവദിച്ച വിവാഹ ജീവിതത്തിൽ മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഉത്തരമുണ്ട്. നിങ്ങൾക്കുണ്ടാകുന്ന മക്കളെ നല്ല നിലയിൽ എത്തിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് നിത്യപുരോഗതൻ ആശീർവാദം നൽകിയെങ്കിൽ മക്കളെ ഒരു നിലയിൽ എത്തിക്കാൻ സാധിക്കാതെ മാതാപിതാക്കന്മാർക്ക് ഉത്തരമുണ്ട്. കുഷ്ഠരോഗികൾ ആകട്ടെ, മാറാത്ത രോഗങ്ങൾ, സ്കിൻ ഡിസീസ്, ക്യാൻസർ രോഗങ്ങൾ, ഗർഭപാത്രത്തിലുള്ളതായ അസ്വസ്ഥതകൾ, വയോധനങ്ങളിലെ മുഴകൾ, നേർവ് സിസ്റ്റം, എല്ലാ മേഖലകളെയും നമുക്ക് സമർപ്പിക്കാം. എഴുതുന്ന നിയോഗങ്ങളുടെ മേൽ കർത്താവ് കരുണ കാണിക്കട്ടെ. ഏറ്റവും ഉപരിയായി നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് ഈ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് അവരുടെ പേര് ജീവന്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുക. ഏറ്റവും ഉപരിയായി നമുക്ക് ആഗ്രഹിക്കാം. സാത്താൻ ഇടിമിന്നൽ പോലെ നിവേദിക്കുന്നത് കണ്ടു. പാമ്പിന്റെയും തേളിന്റെയും മേൽ ചവിട്ടി നടക്കാൻ അധികാരവും നൽകിയിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടു. സന്തോഷിച്ചുകൊള്ളുക, അതിൽ സന്തോഷിക്കുക. ആ ഒരു സന്തോഷം ഇവിടെ വരുന്നവർക്കെല്ലാം ആ ഒരു സമ്മാനം കൊടുക്കാനായിട്ട് നമുക്ക് കഴിയണം. കുർബാന നമുക്കരികിലേക്ക് വരുമ്പോൾ, നമ്മുടെ ഭവനത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു കൃപ ഉണ്ടാകട്ടെ. തന്റെ രണ്ടാമത്തെ ആഗമനത്തിൽ, മനുഷ്യപുത്രൻ രണ്ടാമത്തെ ആഗമനത്തിൽ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അവന്റെ രണ്ടാമത്തെ ആഗമനത്തിൽ കത്തിജ്വലിക്കുന്ന ഒരു ദീപമായി ദിവികാരുണ്യമരീഭവൻ ഇവിടെ വിശ്വാസം കണ്ടെത്തുമെന്ന് ഉത്തരം കൊടുക്കുവാൻ കർത്താവിന്റെ ആ ചോദ്യത്തിന് വിശ്വാസം കണ്ടെത്തുമെന്ന് ഉത്തരം കൊടുത്തുകൊണ്ട് കത്തിജ്വലിക്കുന്ന ഒരു വിശ്വാസ ദീപമായി ദിവികാരുണ്യമരീഭവൻ കർത്താവിൽ രണ്ടാമത്തെ ആഗമനം വരെ നിലനിൽക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. കർത്താവിന്റെ ദിവികാരുണ്യത്തിന് ദൈവമേ അത് ലോകാവസാനം വരെ നിലനിൽക്കുന്നതും, അഥവാ കുഞ്ഞാടിന്റെ അറക്കപ്പെട്ട കുഞ്ഞാട് സ്വർഗത്തിലും ആരാധിക്കപ്പെടുന്നുണ്ടെങ്കിൽ ദിവ്യകാരുണ്യത്തിന് പ്രസക്തിയുണ്ട്. പ്രിയപ്പെട്ടവരെ, കുർബാനയുടെ ആരാധനയിൽ, കുർബാനയെ മഹത്വപ്പെടുത്തുന്നതിൽ ദിവ്യബലിക്ക് പ്രസക്തി കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ഒരു കൃപയ്ക്ക് വേണ്ടി കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനം വരെ നിലനിൽക്കുന്ന ഒരു
ഒരു വിശ്വാസ ദീപമായി ജീവികാരൻ്റെ മര്യഭവൻ നിലനിൽക്കട്ടെ. ആഗ്രഹത്തോടെ കടന്നു വരുന്ന കർത്താവിൻ്റെ മുൻപിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിച്ചുകൊണ്ട് കർത്താവിനെ എതിരേൽക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവ്വയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സർവ്വയർത്തി വിശ്വാസത്തോടെ സ്തുതിക്കാം. ഹല്ലേലൂയ. വിശുദ്ധിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. തീക്ഷ്ണതയോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്വരമുയർത്തി പ്രാർത്ഥിച്ച് 2 വൈദികരെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കാമോ? ഹല്ലേലൂയ. സ്വരമുയർത്തിയുടെ ആയിരിക്കുന്ന വൈദികരെ സമർപ്പിച്ച് സ്തുതിച്ച് ഹല്ലേലൂയ. അഭിഷേകം ചെയ്യണമേ, അഭിഷേകനെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വരമുയർത്തി യേശുവിനെ വിളിക്കാം. യേശുവേ എന്ന് വിളിക്കാം. Chilla Badi
ഒരു നിമിഷം സ്തുതിക്കാം. ഹല്ലേലൂയ. സ്വരമുയർത്തി പ്രാർത്ഥിച്ച് എല്ലാവരും അധരം തുറന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഓരോ അധരം വിട്ടുകൊടുത്തേ മടുപ്പ് കൂടാതെ ദൈവമായ കർത്താവിനെ സ്തുതിച്ച് എല്ലാ അധരങ്ങളും ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഓരോന്നെ സ്വരമുയർത്തി അഭിഷേകം വ്യാപരിക്കട്ടെ. കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. വ്യക്തി ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്വരമുയർത്തി പ്രാർത്ഥിച്ച് ഈ ആലയം അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങൾ പ്രാർത്ഥിച്ച് സ്വരമുയർത്തി പ്രാർത്ഥിച്ച് ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നു. മാലാഖമാരും വിശുദ്ധരും ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. അവയുടെ ശബ്ദഘോഷത്താൽ ഭൂമുഖത്തിന്റെ അടിസ്ഥാനം ഇടകി ദേവാലയം ധൂമപൂരിതമായി. കർത്താവേ, നിന്നെ ദൈവ മാലാഖമാർ സ്തുതിച്ചപ്പോൾ ദേവാലയത്തിന്റെ ആ അടിത്തറ പോലെ കുലുങ്ങുമാറ ശബ്ദത്തില് വലിയ സ്വരത്തിലാണ് ഇസ്രായേൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയത്. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സിറാഫുകൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയത് വലിയ സ്വരത്തിലാണ്. അപ്പസ്തോലന്മാര് സഹിയോൻ ഊട്ടുശാലയില് ദൈവത്തെ സ്തുതിച്ചത് വലിയ സ്വരത്തിലാണ്. പൗലോസും ശീലാസും കാരാഗൃഹത്തില് ദൈവത്തെ സ്തുതിച്ചത് വലിയ സ്വരത്തിലാണ്. ഹല്ലേലൂയ. മറ്റു തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കരമുയർത്തി എന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? നമ്മെ ജീവിപ്പിക്കാൻ നമ്മുടെ കർത്താവ് ശംശകാലകൃപയും പിതാവായ ദൈവത്തിന്റെ അനന്തമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസവും
നമ്മെല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവികാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവികാരുണ്യത്തിന്.